അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാനിതാ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അത് നമ്മുടെ സ്വന്തം KPയുടെ. അപ്പോൾ അതിൽ ഹാപ്പി ബർത്ത്ഡേ കുപ്പിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുപ്പിയുടെ ഒന്നും കാണാനില്ല, അത് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനും സുമയും കൂടി അവളുടെ വീട്ടിലേക്ക് പോയത് വേറെ എന്തെങ്കിലും അല്ല, നമ്മുടെ സ്വന്തം പേടകത്തിലാണ്, എൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറങ്ങി എണീപ്പിച്ച് ഒരു മിനി കേക്കൊക്കെ ഞങ്ങൾ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിനി കേക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനൊരു 0ൻ്റെ തിരിയാണ് എടുത്തത്. 20 എടുക്കാമെന്ന് വെച്ചു. പിന്നെ ഒരു വെറൈറ്റിക്ക് 0 ഇരിക്കട്ടെ, അവളുടെ പെരുമാറ്റത്തിന് അതാ നല്ലതെന്ന് വിചാരിച്ച് അത് തന്നെ വാങ്ങിച്ച്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കുറേ എന്താണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞ് കുറേ നാളായി അവളുടെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ പക്ഷെ ഞങ്ങൾ എപ്പോഴും കാണാറൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടിൽ പോയിട്ട് കുറേ നാളായി. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത്, അപ്പോൾ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ഓരോന്നും ഗസ് ചെയ്തിട്ട് എന്താണെന്ന് പറഞ്ഞ് പൊട്ടിക്കാൻ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കതും അവൾ കറക്റ്റായിട്ടൊക്കെ തന്നെ ഗസ് ചെയ്തു, കാരണം ആകെ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഞാനത് ബബിൾ റാപ്പൊക്കെ ഇട്ട് തലേ ദിവസം രാത്രി ഇന്ന് പൊതിഞ്ഞെങ്കിലും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഉടനെ തന്നെ ഇട്ടിട്ടുണ്ടാവും. പർച്ചേസിങ്ങിൻ്റെ വീഡിയോവും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാനാണെങ്കിൽ മടി പിടിച്ചിരിക്കുകയായിരുന്നു, കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടിയിട്ട് തേച്ചൊരിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു സോപ്പും കൊടുത്തു ഞങ്ങൾ. പിന്നെ ഒരു മറ്റേ ഒരു കുപ്പിയില്ലേ, കുപ്പിയല്ല, ഒരു ഡ്രിങ്ക് ചെയ്യണ ഒരു മറ്റേ ഈ കോഫിയൊക്കെ കുടിക്കുക, ജ്യൂസൊക്കെ കുടിക്കണ ഒരു സംഭവം. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അതിൻ്റെ സ്ട്രോ ഇങ്ങനെ ഇടണോ അങ്ങനെ ഇടണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾക്കറിയാം. എന്നാലും ഒരു കൺഫ്യൂഷൻ അറിയാം, പക്ഷേ അറിയാത്ത പോലത്തെ ഒരു എനിക്കറിയാൻ പാടില്ല ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫുഡിലേക്ക് പോകാം. ഫുഡ് ബിരിയാണിയും ചിക്കനും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ തിന്ന് ബിരിയാണി റൈസൊക്കെ തിന്ന്. ഇത് അവളുടെ റൂമാണ്. അപ്പോൾ അവൾ പൂർത്തിയാക്കാത്തൊരു പിക്ചറാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. കുറേ നാളായി അവൾ ബാക്കി പെയിൻ്റ് അടിക്കണം എന്ന് പറയണം, പക്ഷേ ഇതുവരെയായിട്ട് അവൾക്ക് സമയം കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, ഓക്കെ, സീ യു. വീണ്ടും അടുത്ത വീഡിയോ കാണാം.